Good morning. Welcome to Hindu editorial analysis. Today we have editorial about Tamil Nadu Governor. He acted without forethought in sacking a minister. A misadventure. Adventure എന്ന് പറഞ്ഞാൽ സാഹസികതയാണ്. A misadventure, ദൗർഭാഗ്യകരമായ ഒരു സംഭവം, നിർഭാഗ്യകരമായ ഒരു കാര്യത്തെപ്പറ്റിയാണ് മിസ്അഡ്വെഞ്ചർ എന്ന് പറയാം. അഡ്വെഞ്ചർ സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയാണ്. തമിഴ്നാട് ഗവർണർ ഹാസ് ആക്റ്റഡ് വിത്തൗട്ട് ഫോർതോട്ട് ഇൻ സാക്കിംഗ് എ മിനിസ്റ്റർ. തമിഴ്നാട് ഗവർണർ ഹാസ് ആക്റ്റഡ്, അദ്ദേഹം പ്രവർത്തിച്ചു, വിത്തൗട്ട് ഫോർതോട്ട്, ഒരു ആലോചന ഇല്ലാതെ, അദ്ദേഹം മുമ്പോട്ട് ചിന്തിക്കാതെ ആണ് പെരുമാറിയത്, മുൻ വിചാരമില്ലാതെ. ഇൻ സാക്കിംഗ് എ മിനിസ്റ്റർ, ഒരു മിനിസ്റ്ററെ പുറത്താക്കുന്നതിൽ. തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി appears to be on a mission to demonstrate his tenuous grasp of the constitution. തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി appears to be, ആണെന്ന് തോന്നുന്നു, on a mission, ഒരു ദൗത്യത്തിൽ, ടു ഡെമോൺസ്ട്രേറ്റ്, പ്രകടിപ്പിക്കാൻ, ഹിസ് ടെന്യൂസ് ഗ്രാസ്പ്, അദ്ദേഹത്തിൻ്റെ ദുർബലമായ ഗ്രാഹ്യം, വളരെ അറിവില്ലായ്മ, ടെന്യൂസ് ഗ്രാസ്പ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയെപ്പറ്റി അദ്ദേഹത്തിനുള്ള ദുർബലമായ അറിവ്, അദ്ദേഹത്തിൻ്റെ ഗ്രാഹ്യക്കുറവ് പ്രകടിപ്പിക്കാനുള്ള ഒരു മിഷനിൽ ആണെന്ന് തോന്നുന്നു. I think it is clear. The next sentence, in the action without precedent, and as it turns out without forethought, he sent out a communication to the Tamil Nadu Chief Minister M.K. Stalin that he had dismissed V. Sendal Balaji, a state minister without portfolio, who is in hospital and in judicial custody. In an action, ഒരു പ്രവൃത്തിയിൽ, വിതൗട്ട് പ്രസിഡൻറ്റ്, ഒരു കീഴ്വഴക്കമില്ലാത്ത, മുമ്പിൽ ഉണ്ടായിട്ടില്ലാത്ത, അഭൂതപൂർവമായ, വിതൗട്ട് പ്രസിഡൻറ്റ്. ആൻഡ് ആസ് ഇറ്റ് ടേൺസ് ഔട്ട്, അത് ആയിത്തീർന്നു, വിതൗട്ട് ഫോർതോട്ട്, മുൻ വിചാരമില്ലാതെ. ഹി സെൻഡ് ഔട്ട് എ കമ്മ്യൂണിക്കേഷൻ, അദ്ദേഹം ഒരു സന്ദേശം അയച്ചു, ടു ദ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ, തമിഴ്നാട് ചീഫ് മിനിസ്റ്ററിന്. ഔദ്യോഗികമായ സന്ദേശങ്ങൾ കൈമാറുന്നതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ അയച്ചു M.K. സ്റ്റാലിൻ, ദാറ്റ് ഹി ഹാഡ് ഡിസ്മിസ്ഡ് വി സെന്തൽ ബലാജി, സെന്തൽ ബാലാജിയെ അദ്ദേഹം പിരിച്ചുവിട്ടിരിക്കുന്നു, ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്ന മെസ്സേജാണ് അയച്ചത്. ആരാണ് സെന്തൽ ബാലാജി? എ സ്റ്റേറ്റ് മിനിസ്റ്റർ വിത്തൗട്ട് പോർട്ട്ഫോളിയോ, വകുപ്പ് ഇല്ലാത്ത ഒരു മന്ത്രി. ഹൂ ഈസ് ഇൻ ഹോസ്പിറ്റൽ, അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ആൻഡ് ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി, ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ്. അത്തരം ഒരു മന്ത്രിയെ ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജാണ്, കമ്മ്യൂണിക്കേഷനാണ് അദ്ദേഹം അയച്ചത്. ഹൂ ഈസ് ഇൻ ഹോസ്പിറ്റൽ വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കുള്ളിൽ, ഓൺ ദ അഡ്വൈസ് ഓഫ് ദ യൂണിയൻ മിനിസ്റ്റർ, യൂണിയൻ മിനിസ്റ്ററുടെ ഉപദേശപ്രകാരം, യൂണിയൻ മിനിസ്റ്റർ അമിത്ഷായുടെ ഉപദേശപ്രകാരം. ഹി അഗെയിൻ റോട്ട് ടു ദ ചീഫ് മിനിസ്റ്റർ ദാറ്റ് ഹി വാസ് ഹോൾഡിംഗ് ദ ഓർഡർ ഇൻ അബെയൻസ് ആൻഡ് വാസ് ഇൻസ്റ്റഡ് സീക്കിംഗ് ദ ഒപ്പീനിയൻ ഓഫ് ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അടുത്ത ലെറ്ററിൽ, ഹി റോട്ട് എ ലെറ്റർ, അദ്ദേഹം എഴുതിയ ലെറ്ററിൽ പറയുന്നത്, ഹി വാസ് ഹോൾഡിംഗ് ദ ഓർഡർ ഇൻ അബെയൻസ്, ആ ഓർഡറിനെ അദ്ദേഹം തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയാണ്. അബെയൻസ്, താൽക്കാലികമായി മരവിപ്പിക്കാം. ആൻഡ് വാസ് ഇൻസ്റ്റഡ്, അദ്ദേഹം പകരം സീക്കിംഗ് ദ ഒപ്പീനിയൻ ഓഫ് ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, എ ജിയുടെ നിയമോപദേശം തേടുകയാണ്. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം അടുത്ത ലെറ്റർ എഴുതിയത്.
one would have thought that a governor expected to abide by the constitutional norms would have obtained appropriate legal opinion prior to his drastic action. One would have thought, ഒരാൾ ചിന്തിച്ചിട്ടുണ്ടാകും ദാറ്റ് ഓരോ ആളുകളും ചിന്തിച്ചിട്ടുണ്ടാകും ദാറ്റ് ഒരു ഗവർണർ എക്സ്പെക്റ്റഡ് ഗവർണറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ടു അബൈഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ്, ഭരണഘടനാപരമായ ബാധ്യതകൾ പാലിക്കാൻ, അബൈഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ്, ഭരണഘടനയുടെ വ്യവസ്ഥകൾ പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു ഗവർണറിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്താണ്? വുഡ് ഹാവ് ഒബ്ടൈൻഡ്, അദ്ദേഹം നേടിയിട്ടുണ്ടാവും. ഒബ്ടൈൻ എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുക എന്നാണ്. അപ്രോപ്രിയേറ്റ് ലീഗൽ ഒപ്പീനിയൻ, വളരെ ഉചിതമായ നിയമോപദേശം. പ്രിയർ ടു ഹിസ് ഡ്രാസ്റ്റിക് ആക്ഷൻ, അദ്ദേഹത്തിൻ്റെ കടുത്ത നടപടികൾക്ക് മുന്നോടിയായി. ഡ്രാസ്റ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കടുത്ത നടപടി. That Mr. Ravi had to be advised to seek ex post facto legal opinion reflects poorly on his decision-making powers. That Mr. Ravi had to be advised, അദ്ദേഹത്തിന് ഉപദേശം ലഭിച്ചു, ടു സീക്ക് എക്സ് പോസ്റ്റ് ഫാക്ടോ. എക്സ് പോസ്റ്റ് ഫാക്ടോ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. എക്സ് പോസ്റ്റ് ഫാക്ടോ ഒറിജിനലി came from ലാറ്റിൻ. എക്സ് പോസ്റ്റ് ഫാക്ടോ എന്ന് പറഞ്ഞാൽ വസ്തുതകൾക്ക് ശേഷം. അദ്ദേഹം ഈ കേസ് തീരുമാനിച്ചതിന് ശേഷം എക്സ് പോസ്റ്റ് ഫാക്ടോ, അതിനുശേഷം നിയമോപദേശം തേടാൻ വേണ്ടിയുള്ള ഒപ്പീനിയൻ റിഫ്ലക്ട്സ്, അത് പ്രതിഫലിപ്പിക്കുന്നു പോർലി ഓൺ ഹിസ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, തീരുമാനമെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകേടിനെയാണത് പ്രതിഫലിപ്പിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് സെൻറ്റൻസ്, ഹിസ് ലെറ്റർ സേസ് ഹി വാസ് ഇൻവോക്കിംഗ് ആർട്ടിക്കിൾ 153, 163 and 164 on the Constitution, which deal with the executive power of state being vested in the governor. അദ്ദേഹത്തിൻ്റെ കത്തിൽ പറയുന്നത് ഹി വാസ് ഇൻവോക്കിംഗ് ആർട്ടിക്കിൾ 153, 163 and 164. ഈ വകുപ്പുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ വകുപ്പുകളാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ലെറ്റർ പറയുന്നു. വിച്ച് ഡീൽ വിത്ത് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ പവർ എന്താണ് ആർട്ടിക്കിൾ പറയുന്നത്? എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ്, സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവർ ബീയിങ് വെസ്റ്റഡ് ഇൻ ദ ഗവർണറിൽ നിക്ഷിപ്തമാണ്. വെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിക്ഷിപ്തമാണ്. ഹിസ് ആക്ടിങ് ഓൺ ദ ക്യാബിനറ്റ്. Please note that VESTED, vested. Some people will mispronounce like wasted interest. If you watching the TV, നിക്ഷിപ്ത താല്പര്യങ്ങൾ എന്ന അർത്ഥത്തിൽ വേസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇറ്റ് ഈസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷിപ്ത താല്പര്യം. അപ്പോൾ വെസ്റ്റഡ് ഇൻ ദ ഗവർണറിൽ നിക്ഷിപ്തമാണ്. ഹിസ് ആക്ടിങ് ഓൺ ദ ക്യാബിനറ്റ് എയ്ഡ് ആൻഡ് അഡ്വൈസ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം? ക്യാബിനറ്റിൻ്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ചായിരിക്കണം. ആൻഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഒക്കെ ക്യാബിനറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ആൻഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ദ മിനിസ്റ്റർമാരുടെയും അതുപോലെ ചീഫ് മിനിസ്റ്ററുടെ അപ്പോയിൻമെൻറ്റ് ആ ക്യാബിനറ്റിൻ്റെ അഡ്വൈസ് അനുസരിച്ചായിരിക്കണം. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം സെറ്റ് ഔട്ട് ഇൻ ദിസ് ആർട്ടിക്കിൾ ഗിവ്സ് നോ റൂം ഫോർ ഡൗട്ട് that the governor has no discretion in the matter of appointing and removing ministers, which is under the chief minister's domain. വളരെ കൃത്യമായി ആർട്ടിക്കിൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം, ഭരണഘടനയുടെ ഈ
വകുപ്പുകൾ സെറ്റ് ഔട്ട് ഇൻ ദിസ് ആർട്ടിക്കിൾസ്, ഈ ആർട്ടിക്കിളിൽ സെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന വ്യവസ്ഥകൾ ഗിവ്സ് നോ റൂം ഫോർ ഡൗട്ട്, അത് ഒരിക്കലും സംശയത്തിന് ഒരു ഇട നൽകുന്നില്ല. ഗിവ്സ് നോ റൂം ഫോർ ഡൗട്ട്, നോ റൂം ഫോർ ഡൗട്ട് എന്ന് പറഞ്ഞാൽ സംശയത്തിന് ഒരു റൂം അത് നൽകുന്നില്ല. എന്താണ് ദാറ്റ് ദ ഗവർണർക്ക് ഹാസ് നോ ഡിസ്ക്രിയേഷൻ ഇൻ ദ മാറ്റർ, ഒരു വിവേചനാധികാരവും ഗവർണർ ഹാസ് നോ ഡിസ്ക്രിയേഷൻ, വിവേചനാധികാരമില്ല ഇൻ ദ മാറ്റർ ഓഫ് അപ്പോയിൻറ്റിങ് ആൻഡ് റിമൂവിങ് മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരെ മാറ്റുന്നതിലും അപ്പോയിൻറ്റ് ചെയ്യുന്നതിലും അവരെ പിരിച്ചുവിടുന്നതിലും ഗവർണർക്ക് ഒരു വിവേചനാധികാരവുമില്ല എന്ന് ഈ ആർട്ടിക്കിളിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ആ കാര്യങ്ങൾ മിനിസ്റ്ററെ നീക്കുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നത് വിച്ച് ഈസ് അണ്ടർ ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഡൊമൈൻ, അത് ചീഫ് മിനിസ്റ്ററുടെ ഡൊമൈനിൽ വരുന്ന കാര്യമാണ്, കീഴിൽ വരുന്ന കാര്യമാണ്. മിസ്റ്റർ രവി sought to justify the extraordinary action by referring to the allegations against the minister and the Supreme Court of India's observation in a recent order. Mr. Ravi sought to justify the extraordinary action. അസാധാരണമായ നടപടിയെ ജസ്റ്റിഫൈ ചെയ്യാൻ അദ്ദേഹം കണ്ടുപിടിച്ചു ബൈ റെഫറിങ് ദ അലിഗേഷൻസ് അഗെയിൻസ്റ്റ് ദ മിനിസ്റ്റർക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യസ് ഒബ്സർവേഷൻസ് ഇൻ എ റീസെൻ്റ് ഓർഡർ, അടുത്തുള്ള ഒരു വിധിയിൽ സുപ്രീം കോടതിയുടെ വിധിയെയും അദ്ദേഹം ഒബ്സർവേഷൻസ് നിരീക്ഷണങ്ങളെയും അദ്ദേഹം കോട്ട് ചെയ്യുന്നു. ഹൗഎവർ എനി കോൾ ടു റിമൂവ് എ മിനിസ്റ്റർ ഈസ് ആൻ അപ്പീൽ ടു മോറൽ സെൻസ് റാദർ ദാൻ എ ലീഗൽ റിക്വയർമെൻറ്റ്. ഹൗഎവർ എങ്ങനെയാണെങ്കിലും എനി കോൾ ടു റിമൂവ് എ മിനിസ്റ്റർ, ഒരു മന്ത്രിയെ നീക്കം ചെയ്യുക എന്നത് ഈസ് ആൻ അപ്പീൽ ടു മോറൽ സെൻസ്, അത് ധാർമ്മികമായ മാനദണ്ഡങ്ങളാണ് അതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അത് ഒരു ധാർമ്മികമായ അഭ്യർത്ഥനയാണ്. മോറൽ സെൻസ് റാദർ ദാൻ എ ലീഗൽ റിക്വയർമെൻറ്റ്, അത് ഒരു നിയമപരമായ ആവശ്യത്തെക്കാൾ ഒരു മന്ത്രിയെ നീക്കം ചെയ്യുക എന്നത് ധാർമ്മികമായ ഒരു കോളാണ്. ഫോർ ദ ഗവർണർ ടു റിമൂവ് സംവൺ unilaterally on the ground that his earlier counsel to drop a minister when unheeded is nothing but a constitutional misadventure. For the governor സംബന്ധിച്ച് ടു റിമൂവ് സംവൺ, ഒരാളെ നീക്കം ചെയ്യുക, പുറത്താക്കുക എന്നത് എങ്ങനെ? യൂണിലിറ്ററലി, വളരെ ഏകപക്ഷീയമായി. ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഹിസ് ഏർലിയർ കൗൺസിൽ ടു ഡ്രോപ്പ് എ മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ ഒരു ഉപദേശം, മിനിസ്റ്ററെ ഒഴിവാക്കാനുള്ള ഉപദേശം, വെൻ അൺഹീഡഡ്, ശ്രദ്ധിക്കാതെ പോയി എന്ന കാര്യം, ഈസ് നത്തിങ് ബട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മിസ്അഡ്വെഞ്ചർ, അത് ഒരു ഭരണഘടനാപരമായ ദൗർഭാഗ്യകരമായ മിസ്അഡ്വെഞ്ചർ എന്നല്ലാതെ ഒരിക്കലും പറയാൻ കഴിയില്ല. ഇറ്റ് വിൽ ബി ഡിസൈറബിൾ if ministers facing charges quit on their own or they are removed by the respective chief ministers. It will be desirable, അത് അഭികാമ്യമാണ്, നല്ലതാണ്. if ministers facing ചാർജുകൾ, മന്ത്രിമാർ കുറ്റങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ, ചാർജുകൾ നേരിടുകയാണെങ്കിൽ, ക്വിറ്റ് ഓൺ ദെയർ ഓൺ, അവർ സ്വന്തമായി ഒഴിവാകുക, ഓർ ദേ ആർ റിമൂവ്ഡ് ബൈ ദ റെസ്പെക്റ്റീവ് ചീഫ് മിനിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ അവരെ എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. ഇതാണ് വേണ്ടത്. ഇൻ ദ പാസ്റ്റ്, മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ ദ ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് ഇൻ ദ ട്രയൽ കോർട്ട് ഹാസ് ലെഡ് മിനിസ്റ്റേഴ്സ് ബീയിങ് റിമൂവ്ഡ്. മുമ്പ് കാലത്ത് ദ ഫ്രെയിമിംഗ് ഓഫ് ചാർജുകൾ ഫ്രെയിം ചെയ്യുന്നത് ഇൻ ദ ട്രയൽ കോർട്ട്, വിചാരണ കോടതിയിൽ ചാർജുകൾ ഫ്രെയിം ചെയ്യുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്?
has led ministers being removed. മന്ത്രിമാർ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ബട്ട് ഇറ്റ് റിമൈൻസ് എ മോറൽ ഹൈ ഗ്രൗണ്ട്. അതൊരു മോറൽ ഹൈ ഗ്രൗണ്ട്, ധാർമ്മികമായ വലിയൊരു ഗ്രൗണ്ട് അവിടെ നിലനിൽക്കുന്നു. ആൻഡ് നോട്ട് എ മാൻഡേറ്ററി ഫീച്ചർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം. അത് ഭരണഘടനയുടെ അനിവാര്യമായ ഒരു ഫീച്ചറല്ല, ഒരു ആവിഷ്കാരമല്ല. എ മാൻഡേറ്ററി ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം. അത് ഭരണഘടനാപരമായ ഒരു ഫീച്ചറല്ല, നിർബന്ധമായ ഒരു കാര്യമല്ല. ഫ്യൂ വുഡ് ഡിസഗ്രി. വളരെ കുറച്ച് പേർ മാത്രമേ വിയോജിക്കുകയുള്ളൂ. ദാറ്റ് ദ ചാർജസ് ഓഫ് ബ്രൈബറി ദാറ്റ് മിസ്റ്റർ സെന്തിൽ ബാലാജി ഫേസസ്. സെന്തിൽ ബാലാജി അഭിമുഖീകരിക്കുന്ന ഈ ബ്രൈബറി ചാർജുകൾ, അദ്ദേഹത്തിനെതിരെയുള്ള കൈക്കൂലി കുറ്റങ്ങൾ, ഡ്യൂറിങ് ബാക്ക് ടു ഹിസ് സ്റ്റിൻ ഇൻ ദ ഈസ്റ്റ് എസ്റ്റോയിലാണ് മുൻകാലത്ത്. എസ്റ്റോയിൽ എന്ന് പറഞ്ഞാൽ മുൻകാലത്ത്. ഓക്കെ, അദ്ദേഹം സ്റ്റിൻ ഇൻ എസ്റ്റോയിൽ, അദ്ദേഹം മുമ്പ് കാലത്തെ വഹിച്ച ഒരു പദവി. ഇൻ ഓൾ ഇന്ത്യ അന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം റജീം, അതായത് AIDMKയുടെ ഭരണകാലത്ത് അദ്ദേഹം മുൻകാലത്ത് വഹിച്ച ഒരു പദവിയിൽ. ആൻഡ് അലിഗേഷൻസ് ഓഫ് ലൗണ്ടറിങ് ദ പ്രൊസീഡ്സ് ആർ സീരിയസ് ഇനഫ് ടു മെറിറ്റ് ഹിസ് സ്റ്റെപ്പിംഗ് ഡൗൺ അണ്ടിൽ ഹീസ് ക്ലിയർ ഓഫ് ചാർജ്. ആൻഡ് അലിഗേഷൻ ഓഫ് ലൗണ്ടറിങ് ദ പ്രൊസീഡ്സ്, അദ്ദേഹം കൈക്കൂലി വാങ്ങിയ പണം, കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണം, ആ ആരോപണങ്ങളും ഇതൊക്കെ, ഇത്തരം അലിഗേഷൻസ് ആർ സീരിയസ് ഇനഫ് ടു മെറിറ്റ്, അത് വളരെ സീരിയസ് ആയ കാര്യമാണ്. ഹിസ് സ്റ്റെപ്പിംഗ് ഡൗൺ അണ്ടിൽ ഹീസ് ക്ലിയർഡ് ഓഫ് ചാർജസ്, കുറ്റവിമുക്തനാക്കുന്നത് വരെ അദ്ദേഹത്തിന് ഈ പദവികൾ ഒഴിയാനുള്ള വളരെ പ്രധാനപ്പെട്ട സീരിയസ് ചാർജുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും വിയോജിപ്പുണ്ടാവുകയില്ല. മിസ്റ്റർ സ്റ്റാലിൻ കുഡ് ഹാവ് ആക്റ്റഡ് ഓൺ ഹിസ് ഓൺ ടു അവോയ്ഡ് ഫേസിംഗ് ദ ചാർജ് that he is providing a shield of office for the minister to protect himself, or that the minister's presence in the cabinet is obstructing the due process of law. Mr. Stalin, മുഖ്യമന്ത്രി സ്റ്റാലിൻ could have acted on his own. അദ്ദേഹത്തിന് സ്വന്തമായി പ്രവർത്തിക്കാമായിരുന്നു. ടു അവോയ്ഡ്, ഒഴിവാക്കാൻ, ഫേസിങ് ദ ചാർജ്, അദ്ദേഹത്തെ ചില കുറ്റങ്ങൾ ആരോപിക്കപ്പെടാം. ദാറ്റ് ഹീസ് പ്രൊവൈഡിങ് എ ഷീൽഡ് ഓഫ് ഓഫീസ്, ഔദ്യോഗികമായ കവചം നൽകുകയാണ് എന്ന ആരോപണം നേരിടാതിരിക്കാൻ. ഫോർ ദ മിനിസ്റ്റർ, മന്ത്രിക്ക് ഔദ്യോഗികമായ കവചം ഏർപ്പെടുത്തുകയാണെന്ന ആരോപണം നേരിടാതിരിക്കാൻ. അതുപോലെ തന്നെ ഫോർ ദ മിനിസ്റ്റർ ടു പ്രൊട്ടക്റ്റ് ഹിംസെൽഫ്, അല്ലെങ്കിൽ ആ മന്ത്രിയെ സംരക്ഷിക്കാൻ. ഓർ ദാറ്റ് മിനിസ്റ്റേഴ്സ് പ്രസൻസ് ഇൻ ദ ക്യാബിനറ്റ്, മന്ത്രിയുടെ സാന്നിധ്യം, മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈസ് ഒബ്സ്ട്രക്റ്റിംഗ്, അത് തടസ്സപ്പെടുത്തും. ദ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, നിയമത്തിൻ്റെ സുഖകരമായ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തും എന്ന ആരോപണങ്ങൾ നേരിടാതിരിക്കാൻ സ്റ്റാലിന് സ്വയം തീരുമാനമെടുക്കാമായിരുന്നു. ഓക്കെ, ബട്ട് നത്തിങ് ക്യാൻ എക്സ്ക്യൂസ് ദ ഗവർണേഴ്സ് മിസ്അഡ്വെഞ്ചർ. ഈ കാരണങ്ങളൊന്നും ഗവർണറുടെ ആ അസ്വാഭാവികമായ മിസ്അഡ്വെഞ്ചർ, അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹിന്ദു പറയുന്നത്. ഓക്കെ, വി ഹാവ് മോർ വൊക്കാബുലറീസ്, വേർഡ്സ്. അബൈഡ്, ഓക്കെ, ഡ്രാസ്റ്റിക്, ഓക്കെ, forethought, ex post facto, vested, unilaterally, ഓക്കെ, ഏകപക്ഷീയമായി. അൺഹീഡഡ്, ശ്രദ്ധിക്കപ്പെടാതെ പോവുക. എസ്റ്റ്വൈൽ, മുൻകാലത്ത്. Okay, so many words and vocabulary you can practice and learn more. Have a nice day. Thank you for watching.